ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് എന്താ പറയാ തേങ്ങയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കി എടുക്കാൻ നോക്കാം. അപ്പൊ അതിനു വേണ്ടി സാധനം എന്തൊക്കെയാന്ന് വെച്ചാല് ഉള്ളി വേണം, പിന്നെ നിലക്കടല വേണം, ജീരകം വേണം, കറിവേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി. ഇത്രയും സാധനമാണ് നമുക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ നിലക്കടല കുറച്ച് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേവിക്കാൻ വെച്ചാൽ ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് ആ നിലക്കടല എടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അടുത്തത് എന്താ പറയാ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ജീരകമൊക്കെ ഇട്ടിട്ട് അതൊന്ന് നല്ലോണം വെന്ത് കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഏകദേശം ഒന്ന് വെന്ത് കിട്ടുന്ന സമയത്ത്, നല്ല ഉള്ളി ഒന്ന് വെന്ത് കിട്ടുന്ന സമയത്ത് അതൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ നേരത്തെ നിലക്കടല ഇട്ട് വെച്ച മിക്സിന്റെ ജാറിലേക്ക് ബാക്കിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മുളക് പൊടിയും ആവശ്യത്തിന്, അതേപോലെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളിയും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഇതൊന്ന് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ ഇതേപോലെ അരച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. പിന്നെ എന്താ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് കറിവേപ്പിലയും കടുകും ഇട്ടിട്ട് അതിലേക്ക് ഈ അരച്ച മിശ്രിതം എന്ത് ചെയ്യുക ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അടിപൊളി ഒരു ചമ്മന്തി കിട്ടും. ഇത് നമുക്ക് ദോശന്റെ കൂടെ, ഇഡ്ഡലിന്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. പ്ലീസ് സപ്പോർട്ട്.